الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ ഒരു വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ്. പരിശുദ്ധ റമളാനിനെ ഈമാനോടും ശാരീരിക മാനസിക സൗഖ്യത്തോടും കൂടി സ്വീകരിക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റമളാൻ എന്ന് മാത്രമല്ല, ഏത് കാലത്തും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം. ഭാര്യയും ഭർത്താവും കുടുംബത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആണിക്കല്ലുകളാണ് എന്ന് വരുമ്പോൾ അവർ പിണങ്ങി ശത്രുക്കളെ പോലെ കഴിയുകയാണെങ്കിൽ എന്ത് സ്വസ്ഥതയായിരിക്കും ആ വീട്ടിലുണ്ടാവുക? ആ വീട്ടിലെ മക്കൾ, അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നതുകൂടി നമ്മൾ സാന്ദർഭികമായി ആലോചിക്കേണ്ടതുണ്ട്. സത്യത്തിൽ ദാമ്പത്യം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള ഈ ജീവിതം അള്ളാഹു നമുക്ക് നൽകിയത് ചിലരുടെ എല്ലാം ജീവിതം കണ്ടാൽ നമ്മെ എന്തോ കഷ്ടപ്പെടുത്തുവാൻ പടച്ച റബ്ബ് നിശ്ചയിച്ചതുപോലെ തോന്നും.
ഒരു രോഗം പോലെ അല്ലെങ്കിൽ ദാരിദ്ര്യം പോലെ ഒരു ദുരന്തമായിട്ടല്ല, പരീക്ഷണത്തിന്റെ അത്തരത്തിലുള്ളൊരു ഭാഗമായിട്ടല്ല പരിശുദ്ധ ഇസ്ലാം ദാമ്പത്യ ജീവിതത്തെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നായി ഈ ദാമ്പത്യ ജീവിതത്തെ ഖുർആൻ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ട്. വഖലഖനാകും അസ്വാജ, നാം നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. അതേപോലെ ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനത്തിലും അള്ളാഹു പറഞ്ഞത് വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചു തന്നു എന്നത് പടച്ചറബിന്റെ ശക്തി, മാഹാത്മ്യങ്ങളും അവന്റെ അനുഗ്രഹവും കാരുണ്യവും ഒക്കെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളിൽപ്പെട്ടതാണ് എന്ന് ആ ദാമ്പത്യ ജീവിതത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന കുറെ ഗുണങ്ങൾ ആ ആയത്തിൽ അള്ളാഹു എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് അവളിൽ ശാന്തി കണ്ടെത്താൻ, സമാധാനമടയാൻ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അതിന് ഉപയുക്തമായ രീതിയിൽ നിങ്ങൾക്കിടയിൽ അള്ളാഹു സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വികാരങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലെല്ലാം എമ്പാടും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. 10-20 വർഷം വരെയും പോറ്റി വളർത്തിയ ഉമ്മയെയും വാപ്പയെയും ആങ്ങളമാരെയും ഒക്കെ വിട്ട് ഒരു പെണ്ണ് ഒരു പുരുഷന്റെ ഇണയായി, തുണയായി മാറുന്നതോടുകൂടി അവർ ഏറ്റവും വലിയ ബന്ധത്തിന്റെ, ഏറ്റവും വലിയ അടുപ്പത്തിന്റെ പ്രതീകങ്ങളായി മാറുന്നത് അത്ഭുതകരമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ അവിടെ എടുത്തു പറഞ്ഞത്. ആ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഒക്കെ ധാരാളമുണ്ട്. വൽ മൻഫഅതു ബിവുജൂദിൽ ഔലാദി വതർബിയതിഹിം, ആ ദാമ്പത്യത്തിലൂടെ മക്കൾ ഉണ്ടാകുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ, ആ മക്കളെ പോറ്റി വളർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷവും ആനന്ദവും, ആ മക്കളുമായിട്ടുള്ള ഇടപഴകലും കൊഞ്ചിക്കുഴയിലുമെല്ലാം ഒരു മനുഷ്യന്റെ ടെൻഷനും വേദനയും ഒക്കെ മറക്കുവാനുള്ള സംഗതികളാണ്. വസ്സുകൂനി ഇലൈഹ, അതേപോലെ ആ ഭാര്യയുടെ അടുക്കലേക്ക് ഭർത്താവും ഭർത്താവിന്റെ അടുക്കലേക്ക് ഭാര്യയും എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം. ഫലാ തജിദു ബൈന അഹദിൻ ഫിൽ ഗാലിബി മിസ്ല മാ ബൈന അസ്സൗജൈനി മിനൽ മവദ്ദതി വറഹ്മ. ആ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതാണ്. ഫലാ തജിദു ബൈന അഹദിൻ ഫിൽ ഗാലിബ്, സാധാരണഗതിയിൽ ഒരാൾക്കുമിടയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല മിസ്ല മാ ബൈന അസ്സൗജൈൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉള്ളതുപോലെ മിനൽ മവദ്ദതി വറഹ്മ, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉദാത്തമായ മാതൃകകൾ. എത്ര വലിയ സ്നേഹിതന്മാരാണെങ്കിലും മറ്റേത് ബന്ധങ്ങളുള്ള ആളുകളാണെങ്കിലും അവർക്കിടയിൽ ഒന്നും കാണുവാൻ കഴിയാത്ത അതുല്യമായ പ്രേമത്തിന്റെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ രീതി അവിടെ കാണുവാൻ സാധിക്കുമെന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് മിക്ക വീടകങ്ങളിലും ദമ്പതിമാർ തമ്മിൽ പ്രശ്നങ്ങളാണ് എന്നുള്ളത് നമ്മൾ പതുക്കെ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ഒരു കുടുംബം എടുക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെ അനുജൻ, ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ആങ്ങള, പെങ്ങന്മാർ, ഇങ്ങനെയുള്ള ആ ബന്ധങ്ങൾ എവിടെയെങ്കിലും നോക്കിയാൽ മിനിമം ഒരു കുടുംബ പ്രശ്നമില്ലാത്ത വീട് ഇന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. വിവാഹം വേണ്ടിയിരുന്നില്ലെന്ന് വരെ ചിന്തിക്കുന്ന എത്രയോ ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ഈ ഖുത്ബ ശ്രവിക്കുന്ന ആളുകളിൽ തന്നെ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആർക്കൊക്കെയോ വേണ്ടി സഹിച്ച് ജീവിതം അങ്ങനെ തള്ളി നീക്കുന്ന ഒരവസ്ഥയായി ദാമ്പത്യത്തെ കൈപ്പേറിയ അനുഭവങ്ങളായി പറയുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഡൈവോഴ്സായി വേർതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ കേസും കോടതികളും ഒക്കെയായി കയറിയിറങ്ങി രണ്ട് ധ്രുവങ്ങളിലായി ആയുസ് തള്ളി നീക്കുന്ന ദമ്പതിമാരും നമുക്കിടയിൽ കുറവല്ല. അതിനുമപ്പുറം ചില ആളുകൾ ദാമ്പത്യത്തിന്റെ ആ നല്ല മധുരിമയാർന്ന അനുഭവങ്ങൾ ആസ്വദിക്കുന്നതിന് പകരം അടിപിടിയും കലഹങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യ വരെയും നിറഞ്ഞാടുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ദാമ്പത്യത്തെ സംബന്ധിച്ച് ചിലത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പടച്ചിറപ്പ് നൽകിയ വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുകയും ഇങ്ങനെ ഒരു കലാപവും കലുഷിതമായ അന്തരീക്ഷവും ഇല്ലെങ്കിൽ 100 പ്രാവശ്യം പടച്ചിറപ്പിനെ സ്തുതിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. സത്യത്തിൽ എവിടെയാണ് പിഴവ് പറ്റിയത്? വേറൊരു സമൂഹത്തിനും അവകാശപ്പെടുവാൻ കഴിയാത്തത്ര കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടും അധ്യാപനങ്ങളും
പരിശുദ്ധ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞതിൽ ഒരിക്കലും ഒരു അബദ്ധമുണ്ടാവുകയില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും കാരുണ്യവും സ്നേഹവും ഒക്കെയുള്ള, നിങ്ങൾക്ക് ഒത്തുചേരുവാനും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ശാന്തി കണ്ടെത്തുവാനും ഒക്കെയുള്ള ദാമ്പത്യമായി ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഭാര്യയും ഭർത്താവും ഇന്ന് ശത്രുക്കളെ പോലെ കലഹിച്ച് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് തീർത്തു പറയുവാൻ, തറപ്പിച്ചു പറയുവാൻ സാധിക്കും. വല്ലാഹി സുമ്മ വല്ലാഹി എന്നാണയിട്ട് പറയുവാൻ സാധിക്കും. എന്ത്? ഇസ്ലാം പടച്ചറബിന്റെ ഏറ്റവും വലിയ അനുഗ്രഹവും കാരുണ്യവുമാണ് എന്ന്. അതിലെ എല്ലാ നിയമങ്ങളും, ദീനീ നിയമങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്താൽ അത് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അതിലൊന്നാണ് വാസ്തവത്തിൽ ഇസ്ലാമിന്റെ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളും അധ്യാപനങ്ങളും. അപ്പൊ അടിസ്ഥാന പ്രശ്നം എന്താണ്? കുടുംബങ്ങളിൽ ഛിദ്രതക്കും ശത്രുതക്കും ഡൈവോഴ്സിനുമൊക്കെ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ദീൻ അറിയുകയോ അറിഞ്ഞ ദീൻ ശരിയായ വിധത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ തയ്യാറാവുകയോ ചെയ്യാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം. എങ്ങനെ? ദീനിയായ കാര്യങ്ങൾ എന്താണ്, ആ വിഷയത്തിലെ കാഴ്ചപ്പാട് എന്നൊന്നും ആർക്കും നോട്ടമില്ല. വിവാഹം അന്വേഷിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് മറ്റൊരാളെ ഇഷ്ടപ്പെട്ടാൽ അത് ഏത് ജാതി എന്ന് പോലും നോക്കാതെ, ആദർശം നോക്കാതെ, ഇസ്ലാം പറഞ്ഞ മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ ഇഷ്ടപ്പെട്ടവൻ ഇഷ്ടപ്പെട്ടവളുടെ കൂടെ, ഇഷ്ടപ്പെട്ടവൾ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ആദ്യ പടിയിൽ തന്നെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അവർക്ക് പിഴച്ചു. അതേപോലെ ശത്രുക്കൾ വിരിച്ചു വെച്ചിട്ടുള്ള കെണികളിൽ പലപ്പോഴും സഹോദരിമാർ വിശേഷിച്ചും ചെന്ന് വീണു പോകാറുണ്ട്. കാരണം ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഭാഗികമായി അവിടുന്നും ഇവിടുന്നും ഒക്കെ കേൾക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ശത്രുക്കളുടെ വായിൽ നിന്നും അവരുടെ വരികളിൽ നിന്നും വായിക്കുമ്പോൾ സ്ത്രീകളെ അടിച്ചമർത്തുന്നതാണ് മതം. എല്ലാ മതങ്ങളും അങ്ങനെയാണ്, ഇസ്ലാമും പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല എന്ന രീതിയിൽ. ഏത് നിയമങ്ങൾ എടുത്ത് പരിശോധിച്ചാലും പുരുഷ മേധാവിത്വമാണ് അവിടെയൊക്കെയുള്ളത് എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതികൾ ശത്രുക്കളുടെ കെണികളാണ് എന്നറിയാതെ അതിന്റെ പിന്നാലെ ജയ് വിളിക്കുവാൻ കൂടുകയും ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കാതിരിക്കുകയും മാതാപിതാക്കളെ ആദരിക്കാതിരിക്കുകയും കലഹങ്ങളും കലാപങ്ങളും കുടുംബത്തിലുണ്ടാകുവാൻ ഒന്നാമത്തെ മുദ്രാവാക്യങ്ങളുമായി അവർ തന്നെ ഇറങ്ങുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ശത്രുക്കൾ വിരിച്ചു വെച്ചിട്ടുള്ള കെണിയിലാണ് നമ്മൾ ചെന്ന് ചാടിയിട്ടുള്ളത് എന്ന് പോലും അറിയാതെ ദുനിയാവും നഷ്ടപ്പെടുത്തുന്നു, പരലോകവും നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് ദുഃഖകരമായ മറ്റൊരു വസ്തുത. മൂന്നാമത്തെ ഒരു കാര്യം, പിശാചിന്റെ കെണികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതാണ്. അത് ചെറുതല്ല. പലതും തോന്നിക്കും. സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന, ഏറ്റവും അടുത്ത ചങ്ങാത്തത്തിൽ കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കളെയും അതിനേക്കാൾ അടുപ്പമുണ്ടായിരുന്ന ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കാൻ ചില ഊഹാപോഹങ്ങൾ മാത്രം മതിയാകും. അവരെ ശത്രുക്കളാക്കി മാറ്റി പരസ്പരം കലഹിക്കുന്ന, അടിപിടി കൂടുന്ന കൊലപാതകങ്ങളിലേക്ക് വരെ എത്തിക്കുവാൻ പിശാചിന്റെ കുൽസിതമായ ശ്രമങ്ങളിലൂടെ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. വിശിഷ്യ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുന്ന വിഷയത്തിൽ പിശാച് എത്രത്തോളം ബദ്ധശ്രദ്ധവാണ് എന്ന്, ശ്രദ്ധാലുവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന ശൈത്വാന യൻസിബു അർശഹു അലൽ മാ, വേറെ ചില റിവായത്തിൽ അലൽ ബഹർ. പിശാച് അവന്റെ സിംഹാസനം നാട്ടി അധികാരം സ്ഥാപിച്ച് വയബഅസു ജുനൂദഹു, പിശാചിന്റെ പട്ടാളക്കാരെ, സൈന്യത്തെ അവൻ പറഞ്ഞേക്കും ഓരോ ദിവസവും. ഫഅഖറബുഹും ഇലൈഹി മൻസിലതൻ അഅളമുഹും ഫിത്ന, എന്നിട്ട് അവർ പോയി അവരുടെ പ്രവർത്തികൾ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഏറ്റവും ഫിത്നയുണ്ടാക്കിയ ആളാരാണോ അവരാണ് അവരുടെ നേതാവിന്റെ അടുക്കൽ ഏറ്റവും അടുത്ത സ്ഥാനമുള്ള ആൾ. അങ്ങനെ ഫയഅതി അഹദുഹും ഫയഖൂൽ, ഓരോരുത്തരും അവരവരുടെ പ്രവർത്തന റിപ്പോർട്ടുമായി വന്ന് രാജാവിന്റെ മുമ്പിൽ, നേതാവിന്റെ മുമ്പിൽ സമർപ്പിക്കും. ഒരാൾ വന്ന് പറയും, മാസിൽതു ബിഹി ഹത്താ ശരിബൽ ഖംർ, ഞാൻ ഒരാളെ പിന്നാലെ കൂടി അയാളെ ലഹരിയുടെ അടിമയാക്കി, മദ്യത്തിന്റെ പിടുത്തത്തിൽ അയാളെ പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിശാച് പറയും, അത്ര നേതാവ് പറയും, ഫയഖൂൽ അസ്സാഅത യതൂബ്, അയാൾ പിന്നെ തൗബ ചെയ്തിട്ടുണ്ടാകും, അതൊന്നും വലിയ കാര്യമല്ല എന്ന രീതിയിൽ. വയഅതിൽ ആഖർ ഫയഖൂൽ, വേറെ ആൾ വന്നിട്ട് പറയും, മാസിൽതു ബിഹി ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതി, ഞാൻ ഒരാളെയും അയാളുടെ ഭാര്യയെയും തമ്മിൽ തെറ്റിച്ചിട്ടുണ്ട്,
അവരെ രണ്ടുപേരെയും വളരെ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിലും കഴിഞ്ഞ ആളുകളെ രണ്ടുപേരെയും രണ്ട് സൈഡിലാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫയുഖബ്ബിലുഹു ബൈന ഐനൈഹി, അത് ചെയ്ത പിശാചിന്റെ ഇബ്ലീസിന്റെ നെറ്റിത്തടത്തിൽ നേതാവ് ചുംബിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. വയഖൂൽ, എന്നിട്ട് പറയുമത്രേ, അൻത അൻത, നീയാണ് ആൺകുട്ടി, നീയാണ് മിടുക്കൻ എന്ന് പറഞ്ഞ് ആദരിക്കുമെന്നാണ്, അംഗീകരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ സംഗതിയാണ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ അടുക്കലേക്ക് വരാതിരിക്കാൻ അള്ളാഹുവിന്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും കാരുണ്യത്തിന്റെ തെളിനീരായി സ്വീകരിക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം, കളിയാടും, സമാധാനം അലതല്ലും. അവിടെ ഒരിക്കലും ഒരു പ്രശ്നമുണ്ടാവുകയില്ല. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഇത്രയും വേഗം അത് പൂർത്തിയാക്കി എന്റെ വീട്ടിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്തയായിരിക്കും ഏതൊരു മനുഷ്യനും ഉണ്ടാവുക. ഒരു പുരുഷനും ഒരു പെണ്ണിനെ വിട്ട് വേറൊരുത്തന്റെ കൂടെ അല്ലെങ്കിൽ വേറെ ഒരുത്തിയുടെ കൂടെ പോകുവാനോ കൂട്ടുകൂടി നാൽക്കവലകളിൽ സിഗരറ്റ് വലിച്ച് ലഹരിക്കടിമയായി ജീവിതം ഹോമിക്കുവാനോ തയ്യാറാവുകയില്ല. കുടുംബാന്തരീക്ഷം ശാന്തിയും സമാധാനവും ഉള്ളതാണെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്, തീർത്തു പറയുവാൻ സാധിക്കും, ഇസ്ലാമികമായൊരു കുടുംബ ജീവിതം നയിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? ദുനിയാവിൽ നമുക്ക് പടുത്തുയർത്തുവാൻ പറ്റുന്ന സ്വർഗമാണ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതിന് ഒന്നാമതായി വേണ്ടത് പരസ്പരം അറിയാൻ ശ്രമിക്കുക എന്നതാണ്. വിവാഹം കഴിഞ്ഞ് 10-20 വർഷമായിട്ടും എന്റെ ഭർത്താവിന് എന്താണ് ഇഷ്ടം എന്നറിയാത്ത, ചൂടാണോ തണുപ്പാണോ അയാൾക്ക് ഇഷ്ടം, മധുരമാണോ കയ്പാണോ അയാൾക്ക് താല്പര്യം എന്നറിയാത്തവളാണ് ഭാര്യയെങ്കിൽ, അതേപോലെ ഭർത്താവ് ഭാര്യയെക്കുറിച്ചും ഭാര്യയുടെ ഇഷ്ടവും താല്പര്യവും അറിയാത്ത, അവളുടെ സ്വഭാവവും പ്രകൃതവും അറിയാത്ത മനുഷ്യരാണെങ്കിൽ രണ്ട് മനുഷ്യക്കോലങ്ങൾ ജീവിക്കുന്നു എന്നല്ലാതെ ദാമ്പത്യത്തെ അനുഭവിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ആസ്വദിക്കുവാൻ, അതിന്റെ മധുരം നുകരുവാൻ അവർക്ക് സാധിക്കാതെ പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും തന്റെ ഇണയുടെ പ്രകൃതം എന്താണ്, സ്വഭാവം എന്താണ്, ഇഷ്ടമെന്താണ്, അനിഷ്ടമെന്താണ് എന്നൊക്കെ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. നമ്മുടെ ഭാര്യയായി അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവായി വരുന്ന ആളുടെ പ്രകൃതം, സ്വഭാവം, ഇഷ്ടം, അനിഷ്ടം ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ, സാധാരണ പറയാറുണ്ട്, സൈക്കോളജി അറിയുന്ന ആളുകൾ പറയും, വ്യക്തിയെ പഠിച്ചാൽ അവരുമായിട്ടുള്ള ഡീലിങ്സ് വളരെ എളുപ്പമാണ് എന്ന്. ആ ആളെ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എത്ര തന്നെ നമ്മൾ കിടഞ്ഞ് പരിശ്രമിച്ചാലും നമ്മൾ ചെയ്യുന്നതൊന്നും അയാൾക്ക് പറ്റുകയില്ല. അതേപോലെ തന്നെ കുറ്റവും കുറവേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് പഠിച്ച മിടുക്കികളായ ചില പെൺകുട്ടികൾ അമ്മായിയമ്മമാരെയും അമ്മാച്ചന്മാരെയും കയ്യിലെടുത്ത് സന്തോഷത്തോടുകൂടി കുടുംബജീവിതം കൊണ്ടുപോകുമ്പോൾ ആ ഒരു കലയിൽ പ്രാവീണ്യമില്ലാത്തത് കൊണ്ട്, തിരിച്ചറിവില്ലാത്തത് കൊണ്ട് എത്രയോ കുടുംബത്തിൽ നല്ല കുട്ടികളാണ് എങ്കിലും കണ്ണീർ കുടിച്ചുകൊണ്ട് കഴിയുന്ന, മാതാപിതാക്കളെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അമ്മാച്ചനെയും അമ്മായിയമ്മയെയും കൺവീൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും, ഭാര്യയും ഭർത്താവും പരസ്പരം അറിയാൻ, ഒന്നിച്ചിരിക്കാൻ, സംസാരിക്കാൻ, ഇടപഴകാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് ആ കുടുംബജീവിതത്തെ സന്തോഷത്തോടുകൂടി തുഴഞ്ഞുകൊണ്ടുപോകുവാൻ സാധിക്കുമെന്നതാണ്. അതേപോലെ തന്നെ പരസ്പരം അംഗീകരിക്കണം, ആദരിക്കണം, അതേപോലെ സ്നേഹം പ്രകടിപ്പിക്കണം. ഇതൊക്കെ കേവലം കാട്ടിക്കൂട്ടലല്ല, പടച്ചറബിനുള്ള ഇബാദത്താണ് എന്ന രീതിയിൽ അല്ലാഹ് എനിക്ക് കൂലി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നല്ല നിയ്യത്ത് നമുക്കുണ്ടോ? നമ്മൾ വിവാഹം ചെയ്തു കൊണ്ടുവരുന്ന നമ്മുടെ ഇണയെ, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ ജീവിക്കുമ്പോൾ അവരുമായി ഞാൻ ചെലവഴിക്കുന്ന സമയവും അവർക്ക് ഞാൻ വിനിയോഗിക്കുന്ന സമ്പത്തും അവരുമായി ഞാൻ സന്തോഷങ്ങൾ പങ്കിടുന്ന നിമിഷങ്ങളുമൊക്കെ എന്റെ ഹസനാത്തിന്റെ നന്മകളുടെ തുലാസിൽ കനം തൂക്കുന്ന പുണ്യകർമ്മങ്ങളാണ് എന്നത് ഏത് മതത്തിലാണ് സഹോദരങ്ങളെ ഇസ്ലാമല്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളിലും മതങ്ങളിലും കാണുവാൻ സാധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ ബുദ്ഇ അഹദികും സദഖ, നിങ്ങൾ നിങ്ങളുടെ ഇണകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ പോലും പുണ്യമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നീ ചെലവഴിക്കുന്ന എന്തും ഇല്ലാ ഉജിർത ബിഹാ, അതിൽ നിനക്ക് പ്രതിഫലം കിട്ടും. എത്രത്തോളം? ഹത്താ മാ തജ്അലു ഫീ ഫമി ഇംറഅതിക്, നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളയുണ്ടെങ്കിൽ അതുപോലും
പടച്ചറബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്താൽ ഭാര്യയായി പോയില്ലേ എന്ന് വിചാരിച്ചിട്ടല്ല, മക്കളായി പോയില്ലേ ഞാൻ കൊടുക്കാതെ എങ്ങനെ എന്നല്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന നെയ്യത്തോടുകൂടി നിങ്ങൾ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുത്താൽ, ആ പ്രയോഗത്തിലൊക്കെ ഒട്ടേറെ അർത്ഥങ്ങളും വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഉണ്ട്, പറയേണ്ടതില്ലാത്ത വിധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്നാൻ കൊടുത്താൽ എന്ന് പറഞ്ഞില്ല, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉരുളക്ക് പോലും എന്ന് പറഞ്ഞതിൽ അക്ഷരാർത്ഥത്തിൽ അത് പ്രയോഗവൽക്കരിക്കാനും അതിന്റെ ഗുണവശങ്ങൾ ഉൾക്കൊള്ളുവാനും സാധിക്കുന്ന കുറെ ഉപദേശങ്ങളുണ്ട്. മറ്റൊരു കാര്യം, പടച്ചറബിനെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടെങ്കിൽ എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, പടച്ചറബ് എല്ലാം അറിയുന്നുണ്ട്. മുറാഖബത്തുള്ള അള്ളാഹുവിന്റെ നിരീക്ഷണം മറ്റേത് ക്യാമറകളെക്കാളും അതിജയിക്കുന്ന പടച്ചവന്റെ നോട്ടമുണ്ട്. അൽ ഇഖ്ലാസു മഅല്ലാ, അതുകൊണ്ട് എന്റെ മതപരമായ ബാധ്യതയും ഉത്തരവാദിത്തവുമാണ് എന്റെ ഭർത്താവിനെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ച് അള്ള പറഞ്ഞ രീതിയിൽ ഒരു നല്ല ജീവിതം നയിക്കുവാൻ ശ്രമിക്കുക എന്നത് ഭാര്യ ശ്രദ്ധിക്കണം. അതേപോലെ ഭർത്താവും എന്റെ ഭാര്യയെ ഇസ്ലാമികമായ രീതിയിൽ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ആ ദാമ്പത്യ ജീവിതത്തിലൂടെ ദുനിയാവിലും നാളെ പരലോകത്തും പുണ്യവും നന്മയും കരസ്ഥമാക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനും കൽപ്പനയും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും ആ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ ജീവിതം കണ്ടുകൊണ്ട് പലരും കൊതിക്കും അവരെ പോലെ ഒന്ന് ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പല വീടുകളിലും പ്രശ്നമുണ്ടാകുമ്പോൾ അതിന്റെ നാരായ വേര് നമ്മൾ അന്വേഷിച്ചു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് മിക്കപ്പോഴും തെങ്ങാണോ തേങ്ങയാണോ മൂത്തത് എന്ന ചിന്തയിൽ നിന്ന് തർക്കിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയില്ല എന്നത് എഴുതി വെച്ചോളൂ. ഭാര്യ ഭർത്താവിനെ അംഗീകരിക്കാൻ തയ്യാറല്ല, ഭർത്താവ് ഭാര്യയെയും അംഗീകരിക്കുവാൻ തയ്യാറല്ല. ഞാനാണോ നീയാണോ വലുത് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അവിടെ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാകും. ഭർത്താവിനെ ആദരിക്കണമെന്നത്, അനുസരിക്കണമെന്നത് ഒരു മുസ്ലിം പെണ്ണിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. സ്വർഗം വേണോ? ദീനിയായ ചിട്ടവട്ടങ്ങളിലൂടെ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് അവളുടെ ഫർളായ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുകയും വസ്വാമത്ത് ഷഹറഹാ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും വഹസ്വനത്ത് ഫർജഹാ, അവളുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ വഅത്വാഅത്ത് സൗജഹാ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ, അള്ള വിലക്കിയിട്ടില്ലാത്ത ഹറാമല്ലാത്ത ഏത് കാര്യങ്ങളിലും, ഫർളായ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് അനുസരിച്ചതിന്റെ കാര്യമല്ല ഈ പറഞ്ഞത്, അവര് ഭർത്താവ് പറഞ്ഞില്ലെങ്കിലും അനുസരിക്കേണ്ട കാര്യമാണ്. നേരെ മറിച്ച് അയാളെ സന്തോഷിപ്പിക്കുന്ന ഹലാലായ ഒരു കാര്യം, അയാൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ അയാൾ ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെടാതെ തന്നെ തന്റെ ഭർത്താവിന്റെ ആഗ്രഹവും അതേപോലെ തന്നെ ഇഷ്ടവും താല്പര്യവും പ്രകൃതവും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കി ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കുവാൻ ഒരു ഭാര്യ പണിയെടുക്കുന്നുവെങ്കിൽ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഏത് വാതിലിലൂടെ വേണമെങ്കിലും നിനക്ക് സ്വർഗത്തിൽ കടക്കാം എന്ന് പറയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്ത് വേണം? നിർബന്ധ ബാധ്യതയായ നിസ്കാരം, നോമ്പ് പോലെയുള്ള കാര്യങ്ങളോട് ചേർത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഭാര്യ തന്റെ ഭർത്താവിനെ അനുസരിച്ചാൽ എന്ന് പറഞ്ഞത്. എന്റെ ഭർത്താവ് രാജാവാണ് എന്ന് ഒരു ഭാര്യ തീരുമാനിച്ചാൽ, ഒരു പെണ്ണ് തീരുമാനിച്ചാൽ, സ്വാഭാവികമായും ഭാര്യയാകുന്ന അവൾ രാജ്ഞിയാകും. നേരെ മറിച്ച് എന്റെ ഭർത്താവിന് എന്തിനു പറ്റും എന്ന രീതിയിലാണെങ്കിലോ, അയാളുടെ മുന്നിലും മക്കളുടെ സാന്നിധ്യത്തിലുമൊക്കെ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കുകയില്ല എന്ന് അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്താൽ തീർച്ചയായും അയാളുടെ മനസ്സിൽ ആ ഭാര്യയുടെ സ്ഥാനം ഇല്ലാതെയായി പോകും. പരലോകത്ത് അവർ പ്രയാസപ്പെടേണ്ടി വരും. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചക തിരുമേനിയുടെ വിവാഹത്തെ, ഭാര്യത്വത്തെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ പ്രവാചക ജീവിതത്തിന്റെ ദാമ്പത്യ അധ്യാപനങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പുഴുക്കുത്തിന്റെ നേരിയൊരംശം പോലും ചൂണ്ടിക്കാണിക്കുവാൻ ശത്രുക്കൾക്ക് ഇന്നേവരെ ആയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ
ജീവിതം നയിച്ച, പലരും വിധവകളായിരുന്നു എന്നറിയാം. കന്യകയായ ഒരേ ഒരു സ്ത്രീ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവര് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ട് മടുത്തു, എനിക്ക് വയ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞ അദ്ദേഹം അവർ പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അവരുടെ കൂടെ 10-11 സ്ത്രീകൾ ഒരുമിച്ച് കൂടിയപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന വർത്തമാനങ്ങളുടെ കൂട്ടത്തിൽ അവരിൽ പലരും അവരുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് പലതും പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരുവൾ നല്ല പക്വതയുള്ള, യുക്തിബോധമുള്ള, ബുദ്ധിയുള്ള ഒരു പെണ്ണ് പറഞ്ഞു, എന്റെ ഭർത്താവ് മാന്യനാണ്, എന്റെ ആവശ്യങ്ങളൊക്കെ കണ്ടറിയും, എനിക്ക് എപ്പോഴും താല്പര്യമുള്ള, എന്നെ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, സൗമ്യഭാവമുള്ള, സന്തോഷവാനായ ആ ഭർത്താവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ സംബന്ധിച്ച് സന്തോഷവതിയാണ്, അയാൾ എന്നെക്കുറിച്ചും സന്തോഷവാനാണ്. ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ. അപ്പോ കൂട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന സംസാരങ്ങൾ പോലും ഭർത്താവും ഭാര്യയും തമ്മിൽ പങ്കുവെക്കുന്ന, ഷെയർ ചെയ്യുന്ന ഒരവസ്ഥ ഇത് നമുക്ക് കാണാൻ കഴിയും. ഇതിനേക്കാളൊക്കെ സീരിയസ് ആയ പല കാര്യങ്ങളും ഒന്ന് പറയാൻ ഒരല്പ സമയം ഭാര്യയും ഭർത്താവും ഒന്ന് ഒരുമിച്ചിരിക്കുകയോ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെക്കുകയോ ചെയ്യുന്ന അവസ്ഥ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, കുൻതു ലകി കഅബി സർഇൻ ലി ഉമ്മി സർ. ആ പെണ്ണിന്റെ പേര് ഉമ്മു സർ എന്നാണ് അവളെ വിളിക്കുന്നത്. അബൂ സർ എന്ന് പറയുന്ന അവളുടെ ഭർത്താവ് അവൾക്ക് എങ്ങനെയാണോ അതുപോലെയായിരിക്കും ആയിഷ ഞാൻ നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയുമോ? ബൽ അൻത ഖൈറുൻ ലീ മിൻ അബി സർ. ഉമ്മു സർഇന് അബൂ സർ എത്ര കണ്ട് പ്രിയങ്കരനായിരുന്നു, അതുപോലെയല്ല, അതിനേക്കാളും മീതെയാണ് എന്റെ ഭർത്താവായ അങ്ങ് എനിക്ക് എന്ന് പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹക്ക് സാധിച്ചു. ഇങ്ങനെ ഒരു ഭാര്യ ഭർത്തൃ ജീവിതം എത്രയാണ് സഹോദരങ്ങളെ ആ ഭർത്താക്കന്മാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. ഓരോ സഹോദരിമാരും ചിന്തിക്കേണ്ട സംഗതിയാണ്. അധ്വാനിക്കുന്നത്, ടെൻഷൻ അടിക്കുന്നത് അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട, യാത്രയുമായി ബന്ധപ്പെട്ട അയാളുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒന്ന് ആലോചിച്ചാൽ തന്റെ ഭർത്താവ് കടന്നു വരുമ്പോൾ സ്നേഹിക്കുവാനും ആദരിക്കുവാനും അയാൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി വെക്കുവാനും ഒരു ഭാര്യ തയ്യാറാകും. അതേപോലെ ഒരു ഭാര്യ എന്റെ വീട്ടിൽ എന്തൊക്കെ ചെയ്തു എന്ന് ഭർത്താവ് അറിഞ്ഞാൽ, ഇന്ന് കൂലിക്ക് പോലും പൈസ കൊടുത്ത് ചെലവും കൊടുത്ത് വിളിച്ചാൽ പോലും ഒരാളെ പണിക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത കാലഘട്ടത്തിൽ രാവിലെ മുതൽ അവർ ഡ്യൂട്ടിക്ക് ഇറങ്ങിയാൽ ഒരു ഒഴിവ് ദിവസവും അവർക്ക് ഡ്യൂട്ടി ഇല്ലാത്തതായിട്ടില്ല. നമുക്കെല്ലാവർക്കും ഏത് ജോലിക്കും ഒരു ഒഴിവ് ദിവസം ഉണ്ടായിരിക്കും. പക്ഷെ ഭാര്യമാർ ചെയ്യുന്ന ജോലിക്ക് എവിടെയാണ് അവധിയുള്ളത്? അതേപോലെ തന്നെ എവിടെയാണ് അവർക്ക് വിശ്രമമുള്ളത്? അവരുടെ മക്കളെയും അതേപോലെ തന്നെ കുടുംബത്തെയും ഭർത്താവിനെയും ഒക്കെ നോക്കുന്ന വിഷയത്തിൽ അവർ തിന്നുന്നതും കുടിക്കുന്നതും ഒക്കെ എപ്പോഴാണ് സഹോദരങ്ങളെ? ഇങ്ങനെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ അരച്ചാൻ വയറിന് വേണ്ടിയായിരുന്നു അധ്വാനിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ടത് വരികയില്ല എന്നുള്ള വസ്തുത തിരിച്ചറിയുകയും ചെയ്താൽ സ്വാഭാവികമായും സംസാരത്തിലും ഇടപഴകുമ്പോഴുമൊക്കെ മാന്യമായി ഇടപഴകുവാനും സംസാരിക്കുവാനും ഒക്കെ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പുരുഷന് സ്ത്രീയേക്കാൾ ഒരു പദവിയുണ്ട്, അത് അംഗീകരിച്ച മതിയാകൂ. സ്വാഭാവികമായും പടച്ച റബ്ബ് സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ വ്യത്യാസമുണ്ട് എന്നത് പ്രകടമാണ്. ആണിന്റെയും പെണ്ണിന്റെയും തലച്ചോറ് മുതൽ അവരുടെ ബുദ്ധിവികാസവും അതേപോലെ തന്നെ ശാരീരിക കാര്യക്ഷമതയും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യാസം നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ ദീൻ ആ ഒരു വ്യത്യാസത്തെ പരിഗണിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ. ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റേതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം, തലകുനിക്കണം എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ല അമർതു നിസാഅ അൻ യസ്ജുദന ലി അസ്വാജിഹിൻ. ഭാര്യമാരോട് തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് മുമ്പിൽ ശിരസ് കുനിക്കണം എന്ന് ഞാൻ പറയുമായിരുന്നു എന്ന്. അത് ഒരു അടിച്ചമർത്തലിന്റെ നിയമമായി ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഒരു മേലുദ്യോഗസ്ഥനുണ്ടാകും, കീഴെ പല ഉദ്യോഗസ്ഥരും ഉണ്ടാകും. ആ ഉദ്യോഗത്തിന്റെയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെയും ഒക്കെ വ്യത്യാസമനുസരിച്ച് അവർക്കുള്ള സ്ഥാനമാനങ്ങളിലും അവർ വാങ്ങിക്കുന്ന ആനുകൂല്യങ്ങളിലും ശമ്പളത്തിലും ഒക്കെ ഏറ്റ വ്യത്യാസമുണ്ടാകും. പക്ഷേ എന്നേക്കാൾ അയാൾ
ഉയർന്ന സ്ഥാനത്തിരിക്കാൻ, ഉയർന്ന ശമ്പളം വാങ്ങിക്കാൻ അയാൾക്ക് എന്താ യോഗ്യത എന്ന് താഴെ തട്ടിലുള്ള ഒരാൾ ചിന്തിച്ചാൽ അവിടെ എന്താണോ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം അത് മാത്രം നടക്കാതെ പോകും. അവിടെ എപ്പോഴും കലഹങ്ങളും കലാപങ്ങളുമായിരിക്കും. പല സ്ഥാപനങ്ങളിലും നശിക്കുവാനുള്ള കാരണം അതാണ് എന്ന് കാണുന്നത് പോലെ ഭാര്യയും ഭർത്താവും ആ രീതിയിൽ ചിന്തിക്കാതെ എന്റെ ദൗത്യം ഞാൻ ഇന്നതാണ് എന്ന് മനസ്സിലാക്കി മാന്യമായി പെരുമാറുമ്പോൾ, ആ ഉത്തരവാദിത്തം ചെയ്യുമ്പോൾ റബ്ബ് എനിക്ക് കൂലി തരും എന്ന് മനസ്സിലാക്കുമ്പോൾ, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും അംഗീകരിക്കുമ്പോൾ തീർച്ചയായും അവിടെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോടും പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണിത് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ പ്രവാചക തിരുമേനി തന്റെ ഭാര്യമാരെ വീട്ടുജോലികളിൽ പോലും സഹായിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ, ആവശ്യങ്ങളും അതേപോലെ തന്നെ ഹലാലായ അവരുടെ ആഗ്രഹങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, വഅഖദിന മിൻകും മീസാഖൻ ഗലീള, ഏറ്റവും ശക്തമായ ഒരു കരാറിലൂടെയാണ് അവർ നിങ്ങളുടെ ഭാര്യമാരായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യമാരോടുള്ള ഹക്കുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, തുത്ഇംഹാ ഇദാ തുഇംത, നീ തിന്നുന്നുവെങ്കിൽ അവളെയും തീറ്റിക്കണം. നീ തിന്നുന്നത് പോലെയുള്ള മുന്തിയ വസ്തുവാണെങ്കിൽ അത് തന്നെ അവളെയും തീറ്റിക്കണം. വതക്സൂഹാ ഇദക്തസൈത, നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ ആ മാന്യമായ വസ്ത്രം അതേ ക്വാളിറ്റിയിൽ, അതേ സ്റ്റാറ്റസിലുള്ള, അതേ നിലവാരത്തിലുള്ള വസ്ത്രം അവൾക്കും നീ ധരിപ്പിക്കണം. വലാ തദ്രിബിൽ വജ്ഹ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളോ വർത്തമാനങ്ങളോ വഴക്കകളോ ഉണ്ടായാൽ പോലും നീ ദേഷ്യപ്പെട്ട് അവളുടെ മുഖത്തടിക്കരുത്. ഈ ഏറ്റവും അടുത്തൊരു ദിവസം പോലും എനിക്ക് വന്നൊരു ഫോൺ, ഭർത്താവിന്റെ ദേഷ്യപ്പെടലും ഭർത്താവ് പലതവണയായി ത്വലാഖ് പറയുകയും ചെയ്യുന്ന, അങ്ങനെ സങ്കടപ്പെടുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ദേഷ്യപ്പെട്ട് പറഞ്ഞതെന്താണ് ചെയ്തത് എന്താണ് എന്ന് അറിയാത്ത രീതിയിൽ ലഹരി ബാധിച്ച ഒരു മദ്യപാനിയുടെ അല്ലെങ്കിൽ ലഹരി ബാധിതന്റെ പോലെ പെരുമാറുന്ന ഭർത്താക്കന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ അറിയണം. വലാ തുഖബ്ബിഹ്, നീ അവളെ ശകാരിക്കരുത്, ചീത്ത പറയരുത്. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, നിങ്ങൾക്കിടയിൽ പിണക്കമോ വഴക്കോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കിടപ്പറയിൽ ഒതുങ്ങി നിൽക്കണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ കിടപ്പറക്ക് പുറത്ത് നിങ്ങളുടെ വഴക്കും അതേപോലെ തന്നെ പിണക്കവും ആരും അറിയാൻ ഇടവരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെ പ്രയോഗവൽക്കരിച്ച ആ ജീവിതം കാണിച്ചു തന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ജീവിതത്തെ അറിയുകയും പഠിക്കുകയും ചെയ്താൽ തീർച്ചയായും ഇസ്ലാം പറഞ്ഞു തരുന്ന ദാമ്പത്യ ജീവിതം ദുനിയാവിൽ പടച്ചറബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിധിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും നീക്കി സന്തോഷവും സമാധാനവും നൽകി നമ്മെ ഓരോരുത്തരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്ന് സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ദുരന്തങ്ങളും പ്രയാസങ്ങളും ഇറങ്ങി വരിക എന്ന് അറിയുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ തെറ്റി പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ ആ പിണക്കം അവസാനിപ്പിക്കുവാനും പരിശുദ്ധ റമദാനിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ട സംഗതി, റാഗിംഗ്, ക്യാമ്പസുകളുടെ ഉള്ളറകൾ പറഞ്ഞു തരുന്ന പല സംഗതികളുമുണ്ട്. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വലിയ പ്രതീക്ഷയോടുകൂടി മക്കളെ ഏതെങ്കിലുമൊക്കെ ക്യാമ്പസുകളിൽ കൊണ്ടുപോയി ആക്കുമ്പോൾ അവരെന്താണ് പഠിക്കുന്നത്, അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.
കാരണം വളരെ നിഷ്ഠൂരമായി, മൃഗീയം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും സമ്മതിക്കാത്തത്ര ക്രൂരതയും വൃത്തികേടുകളും പഠിച്ചിറങ്ങുന്ന മക്കൾ നാടിനും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ പ്രയോജനപ്പെടും എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ സാധിക്കും? അതുകൊണ്ട് സ്ഥാപന മേധാവികൾക്കും ഭരണകൂടത്തിനും നിയമപാലകർക്കുമൊക്കെ ഒരുപോലെ ഉത്തരവാദിത്തമുള്ള സംഗതിയാണ് അത്തരം സ്ഥാപനങ്ങൾ സമാധാനത്തോടുകൂടി നന്മ നിറഞ്ഞ കേന്ദ്രങ്ങളായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തൽ. ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള പീഡനങ്ങളും റാഗിങ്ങും അതിനപ്പുറത്തേക്ക് ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കും. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ സുരക്ഷിതമാവുക എന്നതോടൊപ്പം നമ്മുടെ നാടിനെയും പരിസരങ്ങളെയും സുരക്ഷിതമാക്കുവാൻ വേണ്ടുന്ന മുൻകരുതലുകളും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല ആളുകളും രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പല സഹോദരങ്ങളുമുണ്ട്, മാതാപിതാക്കളുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على